സ്വരാക്ഷരങ്ങളും നമുക്ക് അതിൻ്റെ സ്വരചിഹ്നങ്ങളും ഒന്ന് പഠിച്ചാലോ? സ്വരാക്ഷരങ്ങൾ വരെ മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ട്. അത് നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അ ആ ഇ ഈ ഉ ഊ എർ. അ ആ ഇ ഈ ഉ ഊ എർ. ഇനി നമുക്ക് ഇവ ഓരോന്നിൻ്റെയും ചിഹ്നങ്ങൾ നോക്കാം. ഇത് ആ എന്ന അക്ഷരം. ആ എന്ന അക്ഷരത്തിന് ചിഹ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടാ, സ്വരചിഹ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് ആ എന്ന സ്വരചിഹ്നമാണ്. ഇത് ആ എന്ന അക്ഷരം, ഇത് ആ എന്ന സ്വരചിഹ്നം. ഇത് ഈ എന്ന അക്ഷരം, ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം, ഈ എന്ന സ്വരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഇത് ഈ എന്ന് വായിക്കൂലേ? ഈ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം ഏതാണ്? ഇത് ഈ. ഇതെന്താ വായിക്കുക? ഇതാണ് ഉ എന്ന് വായിക്കൂലേ? ഉ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഇത് ഊ എന്ന് വായിക്കും. ഊ എന്ന അക്ഷരത്തോട് ഈ ചിഹ്നം ചേരുമ്പോൾ ഊ എന്ന് വായിക്കും. ഊ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നമാണ് ഇത്, ഊ. ഇത് എർ. ഇത് എർ എന്ന സ്വരചിഹ്നമാണ് കേട്ടോ. അ ആ ഇ ഈ ഉ ഊ എർ. ഇനി ബാക്കിയുള്ള സ്വരാക്ഷരങ്ങൾ നോക്കാം. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. യെ. യെ യെ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നമാണ് ഇത്, യെ. ഇത് ഏ എന്ന അക്ഷരം. ഏതാണ്? ഏ എന്ന അക്ഷരം. ഏ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നമാണ് ഇത്, ഏ. ഇത് ഐ എന്ന അക്ഷരം. ഏതാണ്? ഐ. ഐ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം ഏതാണ്? ദാ ഈ രണ്ട് ചിഹ്നങ്ങൾ ചേർന്നതാണ് ഐ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം. എ ഏ ഐ. എ ഏ ഐ. എന്താ വായിക്കുക? എ ഏ ഐ. ഇത് ഓ എന്ന അക്ഷരം. എന്താണ്? ഓ. ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഏതാണ്? ഇതാ ഇത്, ഓ. കണ്ടോ? ഈ രണ്ട് ചിഹ്നങ്ങൾ ചേർന്നതാണ് ഓ എന്ന സ്വരചിഹ്നം. ഇനി ഇതേതാണ്? ഓ എന്ന് വായിക്കും. എന്താണ്? ഓ. ഓ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നങ്ങൾ ഏതാണ്? ദാ ഇത് രണ്ടും. ഇത് രണ്ടും ചേർന്നാലാണ് ഓ എന്ന് വായിക്കുക കേട്ടോ. ഇത് ഔ എന്ന അക്ഷരം. ഔ എന്ന സ്വരാക്ഷരം, അതിൻ്റെ ചിഹ്നമാണ് ഇത്, ഔ. എന്താണ്? ഔ. എ ഏ ഐ ഓ ഓ ഔ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് അം. എന്താണ്? അം എന്ന അക്ഷരം. ഇത് അം എന്ന സ്വരചിഹ്നം. ഇത് അ. എന്താണ്? അം ആ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ചിഹ്നം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് ചന്ദ്രക്കല. ഇത് നമ്മൾ ഒരു അക്ഷരത്തിൻ്റെ മുകളിലിട്ടാൽ എന്താ ശബ്ദം വരിക? ഇ എന്ന ശബ്ദമാണ് വരിക. എന്താണ് വരിക? ഇ. ഉദാഹരണത്തിന് ഇത് ക എന്ന അക്ഷരമല്ലേ? ഈ ക എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ നമ്മൾ ഈ ചന്ദ്രക്കല ഇടുമ്പോൾ എന്താ വായിക്കുക? ക എന്ന് വായിക്കും. എന്താണ് വായിക്കുക? ക. ഇനി നമുക്കൊരു 3 ചിഹ്നങ്ങളും കൂടി പരിചയപ്പെടണം, വ്യഞ്ജന ചിഹ്നങ്ങൾ. ആദ്യത്തെ ചിഹ്നമാണ് ഇത്. കൂടുതൽ ഡീറ്റെയിൽ ആയി നമ്മൾ പിന്നെ പഠിക്കൂട്ടോ. യാ ശബ്ദം വരും. യാ ശബ്ദം. എന്താണ്? യാ ശബ്ദം. കാൻ്റെ താഴെയായിട്ടിട്ട് കൊടുത്താൽ ക്യാ എന്ന് വായിക്കും. എന്താണ്? ക്യാ. ക്യാപ്റ്റൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്യാപ്റ്റൻ. ഇനി ക എന്ന അക്ഷരത്തിന് ദാ ഇതൊരു വ്യഞ്ജന ചിഹ്നമാണ്. ഈ ചിഹ്നത്തിൻ്റെ പേരാണ് വാ ചിഹ്നം. എന്താണ്? വാ. ഇത് കായുടെ മുമ്പിലായിട്ട് കൊടുത്താൽ എന്താ വായിക്കുക? ക്വാ. ക്വാ. ഒരു വാ എന്ന ശബ്ദം കേൾക്കുന്നില്ലേ? ക്വാ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാണ് റാ ചിഹ്നം, വ്യഞ്ജന ചിഹ്നമായ റാ ചിഹ്നം. ഇത് ഒരു ബാക്കിലിട്ട് കൊടുത്താൽ, ഇപ്പം ഈ ക എന്ന അക്ഷരത്തിൻ്റെ ബാക്കിലിട്ട് കൊടുത്തപ്പോൾ എന്താ വായിക്കുക? ക്രാ. എന്താണ്? ക്രാ. റാ ശബ്ദം കേട്ടോ നിങ്ങൾ? റാ ശബ്ദം കേട്ടോ? ക്രാ.
തായാണെങ്കിൽ ത്രാ വായിക്കും, പായാണെങ്കിൽ പ്രാ വായിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓരോ വ്യഞ്ജനാക്ഷരം എടുക്കും, അതിന് ബേസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ചിഹ്നങ്ങൾ എടുത്ത് നമുക്ക് ഈ മലയാളം ബേസിക് ക്ലാസ് ഉറപ്പിക്കണം കേട്ടോ. നമുക്ക് മലയാളം ബേസിക് അറിയാത്ത കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും കൂട്ടി വായിക്കാനും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് കുറച്ച് ക്ലാസ് കഴിയുന്നതോടുകൂടി, കുറച്ച് ക്ലാസ് എന്ന് പറയുന്നില്ല, ഒരു 3-4 മാസം എടുക്കേണ്ടി വരും നമുക്ക് ഫുള്ളായിട്ട് മലയാളം കൂട്ടി എഴുതാനും വായിക്കാനും അറിയാൻ വേണ്ടി പഠിക്കാൻ. അപ്പോൾ ഇതുപോലെ ഓരോ കട്ടൗട്ട് വെച്ചിട്ട് ഓരോ അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ വെച്ച് പഠിക്കാം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.